സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ 4-5 ദിവസം റൂമിൽ കൂട്ടിയിട്ട് പീഡിപ്പിച്ചത്? ഇപ്പൊ എന്താ പറഞ്ഞ? കേരളത്തിലെ നമ്പർ 1 ആരാണ് ചോദിച്ചത്? അപ്പൊ ഈ 164 സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോ ഈ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുമല്ലോ മിനു. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണ് ഉടഞ്ഞു പോകുന്ന പറഞ്ഞ സത്യ. എല്ലാം വീഴും, എല്ലാം കുലുങ്ങും. കേരളം ഒന്ന് കുലുങ്ങും, സത്യം. കേരളം നിന്ന് കത്തും. ഞാൻ പറഞ്ഞുതരാം, തമാശയല്ല. അവരെ ഫാൻസ് പവർ എന്ന് വെച്ചാൽ വേറെ ലെവൽ. കാരണം ഇത് ഇത്രയും നാളും എല്ലാരും മറച്ചു വെച്ചോണ്ടിരുന്ന, ഇവിടെ ശരിക്കും കേരളം ഡോമിനേറ്റ് ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളാണ്. അത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. മിനു, ഇതിലിപ്പോ മമ്മൂട്ടിയും മോഹൻലാലും ഉണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെ പരാതി ഉണ്ട് എന്നൊക്കെ പല തരത്തിൽ പല കോണുകളിൽ നിന്ന് ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. എന്നിട്ട് മിനുവിന് അത് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള പരാതികൾ വന്നിട്ടുണ്ടോ മിനുവിന്റെ അടുത്ത്? ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ഇപ്പൊ ഈ 60 പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോ ആ പരാതികളിൽ സൂപ്പർ താരങ്ങളും പെടുന്നുണ്ട് എന്ന് മിനുവിന് ബോധ്യമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട്. മിനുന് എന്താ തോന്നുന്നേ? ആയിരിക്കാം. ഇപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മിനു, ഇപ്പൊ മമ്മൂട്ടിയെ കുറിച്ച് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഇല്ല, മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ, പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഈ സൂപ്പർ താരങ്ങളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, അവരുമായിട്ട് എനിക്ക് വന്നിട്ടില്ല, അഭിനയിക്കാൻ വന്നിട്ടില്ല. അതെ, വളരെ ജെന്യുവനായിട്ടാണ് മിനു കാര്യങ്ങൾ പറയുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. പിന്നെ ഈ മുകേഷ് പറഞ്ഞായിരുന്നു ലാലേട്ടനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മണിയമ്പിള്ള രാജചേട്ടനും പറഞ്ഞു. എന്താണ് ഇത്? അടുത്ത സിനിമയിൽ വിളിച്ചു, ഒരു നാൾ വരും വന്നൊരു സിനിമയില്. ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു. അന്നേരം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു തന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ കേൾക്കുന്നത്? എന്നിട്ട് എന്നോട് പറഞ്ഞു, മിനുവിന്റെ റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞങ്ങള് 3 പേരുണ്ടെന്ന് പറഞ്ഞു. ലാലേട്ടൻ, ഡയറക്ടർ രാജീവോ, പിന്നെ മണിയമ്പിള്ള രാജേട്ടൻ. അത് പണ്ട് അങ്ങനെ പലതും സംഭവിച്ചിരിക്കും. ഞാൻ പറഞ്ഞു നോ. അടിപൊളി. മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.